നമസ്കാരം. പെട്ടെന്ന് നമ്മൾ മരിച്ചുപോയാൽ എന്ത് ചെയ്യും? നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട്, അതിൽ കിടക്കുന്ന ചിത്രങ്ങൾ, വീഡിയോകൾ, നമ്മുടെ രഹസ്യ ഡേറ്റകൾ, ഇതൊക്കെ കൈവിട്ട് വേണം മരണത്തിന് കീഴടങ്ങാൻ. നമ്മെ വിട്ടുപിരിഞ്ഞവരുടെ ലെഗസി, ഭൂതകാലത്തിൽ നിന്നും ഭാവിയിലേക്കുള്ള ഓർമ്മകളുടെ ഒരു കൈമാറ്റം, അത് എത്ര കഴിഞ്ഞാലും നമ്മെ, നമ്മുടെ അടുത്ത തലമുറയെ ജീവിതത്തിലേക്ക് പിടിച്ചു നിർത്തുന്ന ഒന്നാണ്. എങ്ങനെ ഈ ഡേറ്റ നമുക്ക് നിലനിർത്താം? നമ്മുടെ ഗൂഗിൾ ക്ലൗഡിലൊക്കെ നമ്മുടെ സ്വന്തമായ പാസ്വേഡും യൂസർ നെയിമും ഒക്കെ ഉള്ളതാണ്. അത് നമ്മുടെ അടുത്ത അനന്തര അവകാശികൾക്ക് പോലും നമ്മൾ കൈമാറണമെന്നില്ല. വഴിയുണ്ട്. ഡിജിറ്റൽ ലെഗസി എന്ന് കേട്ടിട്ടുണ്ടോ? അത് അറിയാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് അത് നമ്മുടെ അടുത്ത തലമുറയ്ക്കായി ഉറപ്പാക്കാം. നമ്മുടെ സ്വത്തുക്കൾ നമ്മുടെ കാലശേഷം ആർക്കൊക്കെ എന്ന് വിൽപത്രത്തിൽ എഴുതി വയ്ക്കുന്നത് പോലെ വളരെ ഡിജിറ്റലായിട്ടുള്ളൊരു ലെഗസി എഴുതും. ഒരു വ്യക്തിയുടെ മരണശേഷം അയാളുടെ ഗൂഗിൾ ഡേറ്റയ്ക്ക് എന്ത് സംഭവിക്കും? വിൽപത്രത്തിന് സമാനമായി നിങ്ങളുടെ ഗൂഗിൾ ഡേറ്റ ആക്സസ് ഉറ്റവർക്കും ഉടയവർക്കും കൈമാറാൻ ചെയ്യേണ്ടത് വളരെ നിസ്സാരമായൊരു കാര്യം. നിങ്ങളുടെ ഡാറ്റയ്ക്കും നിങ്ങൾക്ക് അവകാശികൾ നിശ്ചയിക്കാം. നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ ഡേറ്റ ഗൂഗിൾ എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി ഗൂഗിളിന് നിങ്ങൾക്ക് അറിയിക്കാം. ഇതിനായി ചില വിവരങ്ങൾ നിങ്ങൾ മുൻകൂർ നൽകിയിരിക്കണം. കൃത്യസമയത്ത് തന്നെ അവർക്ക് നിങ്ങളുടെ ഡേറ്റ കൈമാറിയതായി നിങ്ങളുടെ കാലശേഷം മൊബൈൽ മെസ്സേജ് വരും. ഒരു കാര്യം ശ്രദ്ധിക്കണം, നിശ്ചിത സമയപരിധിക്കകം അവകാശികൾ ഈ ഡേറ്റ ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ അത് ഗൂഗിൾ സ്വമേധയാ നീക്കം ചെയ്യും. ഇനി ഏതൊക്കെ ഡേറ്റ കാലശേഷം നൽകാം, ഏതൊക്കെ നൽകേണ്ട എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇപ്പോൾ തന്നെ ഗൂഗിളിൻ്റെ അക്കൗണ്ട് സെറ്റിംഗ്സിൽ ചെന്ന് ഇനാക്റ്റീവ് അക്കൗണ്ട് മാനേജർ സൗകര്യം ആക്ടിവേറ്റ് ചെയ്യുക. ഇതിനായി മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട്, ഡേറ്റ ആൻഡ് പ്രൈവസി, സ്ക്രോൾ ഡൗൺ മോർ ഓപ്ഷൻസ്, പിന്നീട് മേക്ക് എ പ്ലാൻ ഫോർ യുവർ ലെഗസി. ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഉറപ്പാക്കാം നിങ്ങളുടെ ഡിജിറ്റൽ ലെഗസി ഒരിക്കലും കൈമോശം വരില്ല. പിന്നെ നിങ്ങളുടെ ഈ അക്കൗണ്ട് നിഷ്ക്രിയമാണെന്ന് തീരുമാനിക്കാൻ ഗൂഗിളിന് നിങ്ങൾക്കൊരു സമയപരിധി നൽകാം. 3 മാസം മുതൽ 6 മാസം, 12 മാസം, 18 മാസം വരെ. അതായത് ഇതിൽ 3 മാസമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ ആ 3 മാസം നിങ്ങളുടെ അക്കൗണ്ട് ഒരു തരത്തിലും ഉപയോഗിക്കാതെ വന്നാൽ ഗൂഗിൾ ആ അക്കൗണ്ട് അതിനുശേഷം നിഷ്ക്രിയമാണെന്ന് തീരുമാനിക്കും. എന്നാൽ ഒരു ഗൂഗിൾ അക്കൗണ്ട് നിഷ്ക്രിയമാകാനുള്ള കാരണം മരണം മാത്രമായിരിക്കില്ല. വ്യക്തിപരമായ മറ്റു കാരണങ്ങളാലും നിങ്ങളുടെ അക്കൗണ്ട് നിഷ്ക്രിയമായേക്കാം. ഈ സാഹചര്യങ്ങളിൽ അക്കൗണ്ടിൻ്റെ നിഷ്ക്രിയ കാലാവധി പൂർത്തിയാക്കാനായത് ഗൂഗിൾ നിങ്ങളെ അറിയിക്കും. ഇതിനായി നിങ്ങളുടെ ഫോൺ നമ്പറും മറ്റൊരു ഇമെയിൽ ഐ ഡിയും നിങ്ങൾക്ക് ഗൂഗിളിന് നൽകാം. ഇതിലേക്കാണ് നിങ്ങളുടെ അക്കൗണ്ട് നിഷ്ക്രിയമായെന്നും അടുത്ത നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പ് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഗൂഗിൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഉറ്റവർക്ക് ലഭിക്കുക. നിങ്ങളുടെ മക്കൾ, ഭാര്യ, ഭർത്താവ് ഉൾപ്പെടെ അടുത്ത അവകാശികൾക്കോ ഉറ്റവരായ മറ്റുള്ളവർക്കോ ഇതേ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാം. അത് നിങ്ങളുടെ തീരുമാനമാണ്. ഇതിനായി അവരുടെ ഇമെയിൽ ഐ ഡി നിർബന്ധമായും നൽകണം. വിശ്വസ്തരായ കോൺടാക്റ്റുകളുമായി നിങ്ങളുടെ ഏതെല്ലാം ഡേറ്റ പങ്കുവയ്ക്കണമെന്ന് നേരത്തെ തന്നെ അങ്ങനെ തീരുമാനിക്കാം. ഗൂഗിൾ ഫോട്ടോസ് ഉൾപ്പെടെയുള്ളവ ഇങ്ങനെ കൈമാറാം. നിങ്ങളുടെ അക്കൗണ്ട് നിഷ്ക്രിയമായി കഴിഞ്ഞാൽ ഗൂഗിൾ ഈ വ്യക്തികളെ വിവരമറിയിക്കും. നിങ്ങളുടെ ഡേറ്റയിലേക്കുള്ള പ്രവേശനം നിങ്ങൾ തീരുമാനിച്ച സമയത്ത് നിങ്ങൾ തീരുമാനിച്ച വ്യക്തികൾക്ക് തന്നെ ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ അക്കൗണ്ട് നിഷ്ക്രിയമായി എന്ന് ഗൂഗിൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ നൽകിയ വിശ്വസ്തരായ ആ കോൺടാക്റ്റുകളെ ഗൂഗിൾ വിവരമറിയിക്കും. നിങ്ങൾ അനുവദിച്ച ഡേറ്റയുടെ പകർപ്പ് ഡൗൺലോഡ് ചെയ്യാൻ അവർക്ക് 3 മാസം സമയം അനുവദിക്കും. ഈ 3 മാസത്തെ പരിധി കഴിഞ്ഞാൽ ഗൂഗിൾ നിങ്ങളുടെ ഡേറ്റ എല്ലാം സ്വമേധയാ അങ്ങ് നീക്കം ചെയ്യും. അതേസമയം നിങ്ങളുടെ അക്കൗണ്ട് നിഷ്ക്രിയമായ വിവരം അറിയിക്കുന്നതിന് നിങ്ങൾ മറ്റുള്ളവരുടെ കോൺടാക്റ്റ് നൽകിയിട്ടില്ലെങ്കിൽ ആരെയും അറിയിക്കില്ല. 3 മാസത്തിന് ശേഷം അതും ഗൂഗിൾ സ്വമേധയാ നീക്കം ചെയ്യും. മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ ഈ ഇനാക്റ്റീവ് അക്കൗണ്ട് മാനേജർ ഓപ്ഷൻ എല്ലാവരും ഉപയോഗിക്കണം എന്നില്ല. ഇനി ഇനാക്റ്റീവ് അക്കൗണ്ട് മാനേജർ ഓപ്ഷൻ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? 3 മാസമാണ് ഒരു ഗൂഗിൾ അക്കൗണ്ടിനെ നിഷ്ക്രിയമായി തുടരാനുള്ള ഒരു കാലാവധി. ഇനാക്റ്റീവ് അക്കൗണ്ട് മാനേജർ ഉപയോഗിച്ച് അവകാശികളുടെ കോൺടാക്റ്റുകൾ നൽകിയില്ലെങ്കിൽ സ്വാഭാവികമായി നിങ്ങളുടെ അക്കൗണ്ട് നിഷ്ക്രിയമായി 3 മാസങ്ങൾക്ക് ശേഷം ഗൂഗിൾ ഡേറ്റയും അക്കൗണ്ട് നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും. അത് ഉറപ്പാണ്. എന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പ്രധാനപ്പെട്ട ഡേറ്റ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതിനായി നിങ്ങളുടെ ഉറ്റവർക്ക്, നിയമപ്രകാരമുള്ള ബന്ധുക്കൾക്ക് ഗൂഗിളിനെ നേരിട്ട് ബന്ധപ്പെടാം. നിങ്ങളുടെ മരണ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ആവശ്യമായ രേഖകൾ നൽകിയാൽ മാത്രമേ ഗൂഗിൾ ഉപഭോക്താവിൻ്റെ ഡേറ്റയിലേക്ക് പ്രവേശനം നൽകൂ. എങ്കിലും ഡേറ്റയിലേക്ക് പൂർണ്ണമായ പ്രവേശനം സാധ്യമാകുമെന്ന് ഒരു ഉറപ്പും ഇപ്പോൾ പറയാനാകില്ല. ഇനി മറ്റൊരു ചോദ്യം, ഈ നിഷ്ക്രിയ അക്കൗണ്ടിലെ ഡേറ്റ അതൊരു ആപ്പിൾ ഫോണാണെങ്കിൽ എന്ത് ചെയ്യും?
ഡേറ്റയുടെ കാര്യത്തിൽ ആപ്പിളിനെ പോലെ കടുംപിടുത്തം സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന് പോലുമില്ല. അതുകൊണ്ട് തന്നെ ലോഗിൻ വിവരങ്ങളില്ലാതെ ആപ്പിൾ ഡേറ്റയിലേക്കുള്ള പ്രവേശനം സാധ്യമല്ല. പക്ഷേ 1 വർഷം വരെ ആപ്പിൾ അക്കൗണ്ടിന് നിഷ്ക്രിയമായി തുടരാം. അതിനുശേഷം ആപ്പിൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഇമെയിൽ ID ഒരു അറിയിപ്പ് നൽകും. അതിനുശേഷം അക്കൗണ്ട് ഉടമയിൽ നിന്നും പ്രതികരണം ഉണ്ടായില്ലെങ്കിൽ ആ അക്കൗണ്ട് ആപ്പിൾ നീക്കം ചെയ്യും. ആപ്പിൾ IDയും ഇമെയിൽ അക്കൗണ്ടും സ്റ്റോറേജും ഉൾപ്പെടെ എല്ലാം നീക്കം ചെയ്യും. അതിനുശേഷവും അക്കൗണ്ടിലെ ചില വിവരങ്ങൾ കമ്പനി സൂക്ഷിച്ചു വയ്ക്കും. അത് ആപ്പിളുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, നിയമപരമായ ആവശ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഓർക്കുക, നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ ഗൂഗിൾ ഡേറ്റ ഒരാൾക്ക് കൈമാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ഡിജിറ്റൽ ലെഗസി ഉറപ്പുവരുത്തുക. വ്യക്തമായ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഗൂഗിളിനുള്ളിൽ ചെന്ന് നിങ്ങളുടെ വിവരങ്ങൾ, നിങ്ങളുടെ ഡേറ്റ എല്ലാം നിങ്ങളുടെ ഏത് അനന്തരാവകാശിക്കാണെന്ന് കൈമാറേണ്ടത് അത് കൃത്യമായി ഓപ്ഷൻ രേഖപ്പെടുത്തി വയ്ക്കുക.